ഇതല്ലേ ചേന്നന്റെ വീട്? അയാൾ ഇവിടെ ഇല്ലേ? എവിടെ പോയി? എവിടെ പോയെന്നേ? താറാക്കളെയും കൊണ്ട് പോയിരിക്ക. നല്ല അന്തസ്സും അഭിമാനവും ഉള്ളവനാ ചേന്നൻ ചേട്ടൻ. ഒളിച്ചോടി എങ്ങും പോകുന്നവനല്ല അയാൾ. അയാളുടെ മാതിരി ആളുകള് ഈ കരയിൽ കുറവാ. അങ്ങനെ ഒരു തെറ്റ് അയാൾ ഒരിക്കലും ചെയ്യില്ല. ചേന്നൻ ചേട്ടൻ അത്ര നല്ലവനാ. ഒരു മുട്ട തരുമോ? നിന്റെ പേരെന്താ? വേലായുധൻ. ഈ ചെളിക്കണ്ട ആരുടേതാ? ഞങ്ങളുടെ അച്ഛന്റെയാ. ആ പറമ്പോ? അത് ഞങ്ങളുടെയാ. ഞങ്ങളുടെ പറമ്പിലവിടെ കൂട് വെക്കാം. കഴിഞ്ഞ തവണ പൈനി മക്കൾ വന്നപ്പോ അവിടെ കൂട് വെച്ചേ. ആ വേലായുധാ, നീ വാ. നിനക്കൊന്നല്ല 3 മുട്ട ഞാൻ തരാം. ചേന്നും പറമ്പിൽ കൂട് വെച്ചോട്ടെന്ന് പോയി ചോദിച്ചിട്ട് വാ. കടുപ്പത്തിലൊരു വലിയ ചായ. പുട്ടിലിടലാൻ പറയട്ടെ? വേണ്ട, ചായ മതി. എന്താണ് വേലായുധാ? അച്ഛൻ സമ്മതിച്ച്. നിനക്ക് ചായ വേണം? ഞാൻ പഴങ്ങഞ്ഞു കുടിച്ചതാ. എന്നാ പോയി വെള്ളം ചെന്നിരിക്കും. ആ. അമ്മേ, കഞ്ഞി വെന്തു. കഞ്ഞി വെന്തെങ്കിൽ എനിക്ക് കാടി. എനിക്ക് വിശക്കുന്നു. വാ അമ്മേ, കഞ്ഞി കുടിക്കാം. കഞ്ഞി നീ എടുത്തോ, ഞാൻ എടുത്ത് കുടിക്കും. പിള്ളേരുടെ അച്ഛനെ കണ്ടോടാ? അച്ഛനെ അന്വേഷിച്ചു പോയില്ലേ? ഞാനവിടെ പോയി തെടുക്കാനാണ്. എന്നാലും തങ്കിന്ന് പോകും. കണ്ടുപിടിച്ച് തിരിച്ചോണ്ട് പോകും. കാലിത്തെത്തി കടയണ്ടാട്ടാ. വാ അമ്മേ, കഞ്ഞി കുടിക്കാം. കഞ്ഞി തങ്കിക്കുതാ. തങ്കിക്ക് വിശക്കുന്നുണ്ട്. അവളെ കൊന്നതാ. അവള് ചത്തതല്ല, കൊന്നതാ. അമ്മേ, കാലിത്തേറ്റി പോയി കഞ്ഞി കുടിക്കും. വിശന്നാ കണ്ണും തലം ചുറ്റും. മോല് പോയി കഞ്ഞി ഇരിക്കും. ചെല്ല്. എന്നെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ല കൊന്നത്. അമ്മ പറഞ്ഞു ചോറ് തിന്നാൻ വരാൻ. മുട്ട വറുത്ത് കറിയും വെച്ച് അമ്മ കാത്തിരിക്കുക. എന്താ നിന്റെ അമ്മയുടെ പേര്? ചിരിത. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, ചോറില്ലാഞ്ഞ വിശക്കൂലേ? വേലായുധം പോ. ആ, നീ വേദ തന്നോ? ഇതാണ് വീടല്ലേ? എന്റെ അമ്മോ, നല്ല വീടാണല്ല. വീട്ടുകാരെ, വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലെന്നാ. ഇത് അവിടെ പോയി കിടക്കുന്നപ്പ എന്താണോ തോന്നാ? ഇവിടെ വേറെ ആരും ഇല്ലേ? എന്താ? ഞാൻ പോരെ.
ഓ ഒരു വലിയ ആള് വന്നേക്കുന്നത് ഒന്ന് പോറക്കെ നിൽക്കാ. ഞാൻ നാക്ക് പഠിക്കൂലേ? ഞാൻ ഇങ്ങനെ പറയുന്നേ? പോറ പത്തി തെണ്ടി താൻ തടിയേറാക്കിട്ട് ഇവിടുന്ന് പോ. തെറ്റി തെറ്റി. ഞങ്ങളുടെ തേനന്തേട്ടൻ ഇവിടെ ഉണ്ടാ? താൻ ചേന്നേട്ടന്റെ ആരാ? ഇത് തേത്തിയുടെ മോനാണ്. അതെ. ഇങ്ങനെ ഉണ്ടാ കൊച്ചു പിള്ളേര്? എവിടെ നീ തേനന്തേട്ടൻ? ആ മാടത്തിൽ കാണും. എവിടെ മാടം? ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ. എനിക്കും മനസ്സില്ല. മോനെ ചക്കരക്കുട്ട ഒന്ന് കാണിച്ചു താടാ. താൻ നേരത്തെ എന്താ പറഞ്ഞത്? പട്ടിയല്ലേ? പള്ളി കേൾക്കൂലെന്ന് പറഞ്ഞാലേ തങ്കിക്ക് ദേഷ്യം വരും. ഇത് എന്താ നല്ല പള്ളാണ്. തങ്കീടെ ചക്കരക്കുട്ടനല്ലേ, ഒന്ന് കാണിച്ചു താടാ. തേനന്തേട്ടനെ കാണാനില്ല. തേനന്തേട്ടാ, തേനന്തേട്ടാ, തേനന്തേട്ടനെ എവിടെ? തല്ലി കൊല്ലല്ലോ, താറാവ് നമ്മുടെ ചോറ. അതിനുകൊണ്ട് ചോരയും ജീവനും. കളിപ്പിച്ചോടിയും വേണ്ടില്ലേ? കൂട്ടം തെറ്റിയ പിന്നെ വേർതിരിക്കാൻ പാടാ. കൂട്ടം കൂടിക്കൊണ്ടോ, നമുക്ക് പിന്നെ പിരിക്കാം. എന്റെ അടയാളമുണ്ട് കവള് കാച്ച്. കൂട് വെക്കണില്ലേ? പകൽ അവസാനിക്കാറായി. ഇന്ന് തിരിക്കണ്ട, ഒന്നിച്ചു കിടക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ മേലെ. എന്നാ എനിക്കും സഹായമായി. നമുക്ക് നാളെ അടയാളം വെക്കാം. ശരിയാ, കൂട്ടം കൂടിയാ കുഴപ്പാ. ചിറക് വെട്ടുന്നതോ വാല് വെട്ടുന്നോ? അടയാളം കാച്ചാം. കൊന്ത് കാച്ചാവാം. ഓ, അച്ഛനെ കണ്ട? അവിടുന്നും പോയി. മാലപ്പനെ തങ്കിക്ക് വിതക്കനുണ്ടല്ല. കഞ്ഞി വെന്തില്ല. ചായവെള്ളം തിളപ്പിച്ചതുണ്ടാ? ചായ തണുത്തിട്ടുണ്ടാവും. അയ്യോ, തണുത്തത് മതി, അതാണ് എനിക്ക് ഇഷ്ടം. എന്നാ തരാം. തായല് പണ്ടാര ഇഷ്ടം പോലെ ഇഷ്ടട്ടാ, എനിക്കിഷ്ട. കരിമീനെ കരിമീനെ ഊട്ട കളിക്കാൻ വരുമോനി? നാനില്ലോ നാനില്ല, ഊട്ട കളിക്കാൻ നാനില്ല, ഊട്ട കളിക്കാൻ നാനില്ല. രമി മോനെ ചേച്ചി, മാലയുടെ അമ്മ എവിടെ പോയതാണ്? കണിയാനെ കാണാൻ പോയതാ. നീ കണ്ട? എന്താ പോയ ഒരു ആലോചന? ഇത് കഴിക്കണം. ഇരിപ്പുണ്ടോ? ഇല്ല, മേടിപ്പിക്കാം. ആ, എന്നാ പിന്നെ എന്തിനു വേണ്ട. അത് വല്ലാത്തൊരു വിചാരം, അതുകൊണ്ട് ചോദിച്ചതാ. നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ. വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? താറാക്കളെ വിറ്റേച്ചും തിരിച്ചു പോകാൻ എന്റെ ആലോചന. എന്നിട്ട് എന്ത് ചെയ്യാനാവേ? നമുക്ക് വേറെ എന്ത് പണി അറിയാം? വേണമെങ്കിൽ കുറെ തന്നെ വിറ്റ് ചിങ്ങക്കുഞ്ഞുങ്ങളെ വാങ്ങാം, കുറെ മുട്ട വരുന്ന വയ്ക്കാം. ആ, കിഴക്കോട്ട് പോയാൽ പന നല്ല ആദായത്തിന് കിട്ടും. പന തീരുമ്പോഴത്തേക്ക് മുണ്ടക കൊയ്യും. ഇപ്പൊ താറാത്തുങ്ങളെ വിൽക്കുന്നത് ഭയങ്കര പോരാട്ടോ. പിന്നെ വർത്താനം പറയാം. കഞ്ഞി തണുക്കുന്നു. വാ. ആ വാവേ, കഞ്ഞി കുടിക്കാം. ഹലോ,
മുളക് കൊണ്ടായിട്ട് ഇപ്പൊ വെറുക്കുക. കാലത്തരച്ച് ചമ്മന്തി ഇരിപ്പില്ലേ? ഉണ്ട്. കേട്ടോ പോയി, ചമ്മന്തി അരയ്ക്കണോ എന്റെ നീലി അരയ്ക്കണം. പെരുവരല് മുതല് അണ്ണാക്ക് വരെ എരിയും. അതെങ്ങനെയാ? അവളുടെ അമ്മ മോശക്കാരി മറ്റായിരുന്നു. ഒത്തിരി കഞ്ഞിയും ചമ്മന്തി ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാ. നീലിയുടെ അച്ഛന്റെ പങ്കുകാരനായിട്ടാ ഞാൻ ഈ കരയിൽ വരുന്നത്. അന്നതേ നീലി ഇതേ ഇത്രയേ ഉള്ളൂ. അയാൾ ആരെയും കൂട്ടാക്കില്ല തന്നെ പോലെ. അച്ഛൻ ചത്ത് 2 മാസമേ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. അത്രയ്ക്ക് പൊരുത്തമായിരുന്നു അവര് തമ്മിൽ. ആരോരും ഇല്ലാതെ വന്നപ്പോ പാവം പെണ്ണ് ഞാൻ ഇവക്ക് പുടവ കൊടുത്തു. ഒരു കാര്യത്തിനും ഇന്ന് വരെ ഒരു കുറവുണ്ടായിട്ടില്ല. ആ എന്നാലും പിന്നെ ഒരു കുഞ്ഞിക്കാല് കാണാൻ അതിനിപ്പോഴും താമസിച്ചിട്ടൊന്നുമില്ല. എനിക്കതിന് മാത്രം പ്രായമായോ പോയി. അതാണ് അവളുടെ കൈപുണ്യം. നാക്കേ തൊടാൻ ഒരു തഞ്ചം വേണം, അല്ലെങ്കിൽ എരിഞ്ഞ അണ്ടം കത്തിപ്പോവും. നടന്നോളൂ. എടാ തങ്കി, എവിടെയാ നിന്റെ ചേട്ടൻ? ചേട്ടൻ പലിക്കിപ്പോ പറഞ്ഞിട്ട് എന്ത് വേണം? ചേന്നന്റെ പെങ്ങളി ചിരിത എങ്ങനെയാടാ ചത്തത്? അത് പറഞ്ഞ് തത്തുന്നു. നീ സൂക്ഷിച്ചോ. എന്തായി കാണിക്കുന്നത്? വരൂ. നീലേ, നീലേ, എന്തുമാത്രം ചോരയായി പോയിക്കണ്. ഇങ്ങനെ കുലുക്കൊല്ലാത്തൊരു മനുഷ്യൻ. അയ്യോ ദൈവമേ, എന്ത് പറ്റി? നീ പറഞ്ഞ കാലം പോയി കുറച്ച് കാപ്പിപ്പൊടി മഞ്ചാരി എടുത്തുണ്ടോ? ഒരു ലക്ഷം കീറ തുണി. ഓ സാരമില്ല, ഒന്നും പറ്റില്ലെന്ന്. ഇയാളെന്ത് മനുഷ്യനാവുക? ഓ പിന്നെ ഒന്ന് മുറിഞ്ഞിൽ ചാവാൻ പോവാ. ചാവാനേ ധാരാളം മതി. എത്ര പേരെ സെമിറ്റിക്കായിട്ട് ചത്തറില്ലെന്ന് അറിയാമോ? എന്നാ പിന്നെ ആ പറമ്പിൽ നീരൂരി കാണും, കുറച്ച് പറിച്ചുകൊണ്ട് പോവാ. അകത്തുനിന്ന് എന്റെ ഷർട്ടും എടുത്തോ, ഞാനൊന്ന് വൈദ്യരുടെ അവിടെ പോയിട്ട് വരാം. ഒന്നും വേണ്ടെന്നേ, ഇതത്ര ആഴമുള്ള മൃഗമൊന്നുമല്ല. ചോര ഇപ്പോഴും നിന്നിട്ടില്ല. എന്നിട്ടാ പറയണത്. നീ ആ നീരൂരി കാടിവെള്ളത്തിൽ അരച്ചു വെക്ക്, ഞാനിപ്പോ വരാം. ഇത്തിരി ചൂട് ചായ ചെല്ലുമ്പോ വേദനയുടെ ആളല് മാറും. വിശർത്ത് കുളിക്കുന്നുണ്ട്.
എങ്ങനെയുണ്ട്? ഏയ് ഒന്നുമില്ല. വൈദ്യരൊന്ന് കാണണമെന്ന് പറഞ്ഞു. തനിക്ക് എന്തോ ലക്ഷണപ്പശ കണ്ടെത്തണേ, ഒരു രക്ഷ എഴുതി കെട്ടണമെന്ന്. വൈദ്യര് പറഞ്ഞപ്പോഴാ എനിക്കും തോന്നിയത് ശരിയാണ്. അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്താ ഉറപ്പ്? അങ്ങനെ പറയരുത്. വൈദ്യര് ആരാ ആള്? മഹാമന്ത്രവാദിയായിരുന്നില്ലേ അച്ഛൻ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ. ഓ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. കേട്ടോ നീലി, വൈദ്യരെ വിശ്വാസമില്ലെന്ന്. കൊമ്പും കുഴലും വെച്ച എത്ര ഡാക്ടർമാരെ ഈ കരയിൽ വന്നതാ. എന്നിട്ട് എന്തായി? പോപ്പാൻ പൊക്കം കെട്ടി. കേട്ടോ പോയി, 300 കൈ താറാവുണ്ടായിരുന്നു ഈ വീട്ടില്. ദിവസവും കാലത്ത് എണീറ്റ് നോക്കുമ്പോ 4-5 ചത്ത് കിടപ്പുണ്ടാവും. വസന്തയുടെ വരവായിരിക്കുന്നു കരുതി വൈദ്യരോട് ചെന്ന് വിവരം പറഞ്ഞു. സന്ധ്യ കഴിഞ്ഞപ്പോ ഒരു ഇരണത്തോർത്ത് കൊടുത്ത് കയ്യിലൊരു മൊന്തയായിട്ടൊരു വരവ് വന്നു. ചെത്തിപ്പൂവും കർപ്പൂരവും ചോദിച്ചു. തേങ്ങാപ്പൂളിനകത്ത് കർപ്പൂരം കത്തിച്ചു വെച്ച് ഇങ്ങനൊരു പൂജ. പൂജ കഴിഞ്ഞ് ആ മൊന്തയിലെ വെള്ളം എന്റെ കയ്യിലോട്ട് ഒഴിച്ചു. എന്റെ ഉവേ, ചോര നിറം, കടും ചോര. എന്നിട്ട് അത് താറാവ് കൂട്ടിലേക്ക് തളിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു തെളിയും തെളിച്ചു. അതിൽ പിന്നെ ഈ വീട്ടിൽ ഒറ്റ താറാവും ചത്തിട്ടില്ല. അതാ ഗംഗാരം വൈദ്യൻ. ആഹാ, നീ നോക്കിയിരിക്കാതെ ആ നീലൂരെടുത്ത് ധാര പോരെ. വേണ്ട, ഞാൻ പുരട്ടിക്കോളാം. എന്തുകൊണ്ടാ പുരട്ടുന്നത്? നീ ഒരു 2 പ്ലാവിലെടുത്തുണ്ടോ? 1 മാസം കൂടെ കഴിഞ്ഞാൽ കിഴക്ക് മുണ്ടകം കൊയ്ത്ത. ഒരു 500 കൈയെങ്കിലും ഇല്ലാതെ എങ്ങനെയാ പോകുന്നത്? ഇപ്പോഴാണെങ്കിൽ താറാവിന് ആദായ വിലക്ക് കിട്ടും. ഒരു 100 കൈ വാങ്ങാം. എന്താ പോയി? തന്റെ ഇഷ്ടം. ഉള്ളതിനത്തിന് നോക്കാൻ എനിക്ക് വയ്യ. ആ, ഇതാ വൈദ്യര് പറഞ്ഞത് തനിക്ക് എന്തോ ലക്ഷണപ്പശ കണ്ടെന്ന്.